ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സർവ്വജ്ഞ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യ ഒരു സാധാരണ ലെവലിൽ നിന്നും ഈ ലെവലിലേക്ക് എത്തിച്ച എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് യാത്ര ചെയ്ത എൻ്റെ പ്രിയ സഹോദരൻ അരുണെ, നമ്മുടെ കയ്യിലുള്ളവരുടെ എല്ലാ സഹോദരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സങ്കടമൊന്നുമില്ല, UDF ജയിച്ചു, എല്ലാം കൊണ്ടുപോയി. UDF ഉണ്ട് അല്ലേ, അതൊരു ഭാഗം. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വീണ്ടും നമ്മൾ 20ാമത്തെ കോർ കമ്മിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായി ഇന്നലെ രാത്രിയിൽ നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ലേ? അത് സംസാരിച്ചൊക്കെ എഴുതിയായിരുന്നു. എഴുതിയത് കുറെയൊക്കെ ഞാൻ വായിച്ചു, ഒരെണ്ണം വായിക്കാനുണ്ട്. പറഞ്ഞതിനെക്കാട്ടിൽ ഒത്തിരി കൂടുതൽ എസ്സേ പോലെ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞതിനായിട്ട് കൂടുതൽ എഴുതാതെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ എഴുതുന്നവർക്കാണ് എപ്പോഴും എന്താ ഉണ്ടാകുന്നത് ഇരിക്കുന്നത് അല്ലേ? പരീക്ഷയ്ക്ക് കറക്റ്റ് മാർക്ക് മേടിക്കാൻ കണ്ടന്റ് എഴുതി കൊടുക്കും അല്ലേ? ചോദ്യപേപ്പർ തന്നെ ചെയ്ത പരീക്ഷ കിട്ടുമോ? മാർക്ക് കിട്ടുമോ? ഇല്ല. എന്തായാലും ഇത്രയും പേര് എഴുതിയിട്ടുണ്ട്. ഏകദേശം 22ഓളം പേര്. എത്ര പേരെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ആരെഴുതിയെന്ന് എനിക്കറിയില്ല. ഇത്രയും പേര് എഴുതിയിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. വിജയിക്കാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്, രക്ഷപ്പെടണമെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ 100 ഡേയ്സ് പ്രോഗ്രാം അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്ന് നമ്മളിവിടെ ഒരു സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തായിരുന്നു അല്ലേ? ഗൂഗിൾ മീറ്റ്. നമ്മളത് എല്ലാ ചെയർമാന്മാരുടെ മീറ്റിങ്ങിലൂടെ നമ്മൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. ഉറക്കം വരുന്നുണ്ടോ പത്മജ മേഡം? നല്ലൊരു പേര് അവരുന്നിട്ട് പോയി. അപ്പം ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അശ്വമേധം നമ്മൾ തുടങ്ങാൻ പോകും. ഈ ബിസിനസ്സിൽ പേഴ്സണൽ ബന്ധങ്ങൾ, അതായത് അറ്റാച്ച്മെന്റുകൾ, ഇതിന് പണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധത്തിന് എന്തുണ്ടാവത്തുള്ളൂ, വില ഉണ്ടാവും. അത് ഒരുപാട് നിങ്ങളുടെ ഇടയിൽ കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ചില ആളുകൾ, ചില ലീഡേഴ്സുമാരായിട്ട് ചില വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിൽ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ, നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഡൗൺലൈനിൽ കിടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ബിസിനസ്സിൽ പരാജയം വരുന്നത്. നിങ്ങൾ